ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ മന്ത്രം ഞാനീ പറയുന്ന സമയത്ത് ഞാനീ പറയുന്ന രീതിയിൽ ജപിച്ചാൽ കടബാധ്യതകൾ വളരെ പെട്ടെന്ന് മാറുവാനും എത്ര വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ നടക്കാനും സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം ദിവസം മുഴുവനും ഉണ്ടാകുവാനും അങ്ങനെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനും ഒക്കെ ഉപകരിക്കും. ഇത് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ ഏറ്റവും വലിയ വലിയ ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഒരു തവണ ചെയ്താൽ മാറ്റം ഉണ്ടാകുന്നില്ല, എന്നും ചെയ്യണം. വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ദിവസവും ചെയ്യാവുന്നതാണ്. ശ്രീകൃഷ്ണ മന്ത്രം ചൊല്ലേണ്ട ഒരു സമയം ഞാൻ പറയുന്നുണ്ട്, ആ സമയത്ത് ചൊല്ലേണ്ട ഒരു രീതി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ, കാരണം ഇന്ന് വീഡിയോ ഇടാൻ കാര്യം, ഈ വിഷയം പറയാൻ കാര്യം, ഞാൻ പറഞ്ഞ രീതിയിൽ ഈ മന്ത്രം ജപിച്ച ഇവർക്ക് കടങ്ങൾ കുറേ വീട്ടാൻ സാധിച്ചു എന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പം വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചിട്ടി, നമുക്ക് ഒരു ചിട്ടി അടിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്തു നോക്കുക, ശ്രമിച്ചു നോക്കുക. അപ്പോൾ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അടിക്കുമെന്നും അല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ഉപകാരപ്പെടും. അങ്ങനെ ഉപകാരപ്പെട്ടവരുണ്ട്. അതിനുള്ള ഒരു വിദ്യ പറയുന്നുണ്ട്. പിന്നെ പ്രമോഷനോ കാര്യങ്ങളെയൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രമോഷനോ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളൊരു വിദ്യ. പിന്നെ കുട്ടികൾക്ക് പഠനത്തിൽ ഇൻ്റർവ്യൂവിലൊക്കെ വിജയിക്കാനും ഈ തോറ്റ പേപ്പറുകളൊക്കെ എഴുതിയെടുക്കാനും അങ്ങനെ അതിനുള്ളൊരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്തവരൊക്കെ പേപ്പറുകൾ പോയവർ പല കുട്ടികളും പിന്നീട് പരീക്ഷയുടെ പേപ്പറുകൾ എഴുതിയെടുത്ത് നല്ല നിലയിലായവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില വിദ്യകൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ജോലിയിൽ ഉള്ള പാരകൾ എന്ന് വെച്ചാൽ നമുക്ക് ജോലിയിൽ ഇങ്ങോട്ട് വരുന്ന തടസ്സങ്ങൾ, ജോലിയിലെല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഭദ്രകാളിയുടെ വിദ്യ. പിന്നെ നമ്മൾ വീട്ടിൽ മന്ത്രം ചൊല്ലുമ്പോൾ അല്ലെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളായിരുന്നു പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം, നിങ്ങളത് മിസ് ചെയ്യരുത്. ആവശ്യമുള്ളവർ കാണുക കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല ഒന്നിനും. എല്ലാവർക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ആവശ്യമുള്ളവർ, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരുണ്ട്, ഫോളോ ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയാം. അപ്പം വീഡിയോ മുഴുവൻ കാണണം, നിങ്ങളത് നഷ്ടപ്പെടരുത്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പം വീഡിയോ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. അറിയാമല്ലോ, ഷെയർ ചെയ്താൽ ചിലപ്പം ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് ചിലപ്പം അതൊരു പുച്ഛമായിരിക്കും. കാരണം അവർക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അറിയാൻ സമയമായി കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ളവർ കണ്ടെത്തിക്കോളും, ആവശ്യമുള്ളവർ ചെയ്തോളും, അവർക്ക് പ്രയോജനം ഉണ്ടാവും. ആ നിലയിൽ പറയുന്നതാണ്. ഇപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹവും അറിവുകളുമാണ്. ഭഗവാന്റെ പാദങ്ങൾ സ്മരിക്കുന്നു, അമ്മ പാർവതീദേവിയെ സ്മരിക്കുന്നു, ഗുരുക്കന്മാരെ സ്മരിക്കുന്നു. എല്ലാം ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കണം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു 1, 2, 3 കാര്യങ്ങൾ, എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. അത് പെട്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. കാരണം ഞാൻ ആരും പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ഒരു 1, 2, 3 സന്തോഷം ഉണ്ടായ കാര്യങ്ങളോടൊന്ന് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം പെട്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ധാരാളം ആളുകൾ ഞാൻ പറഞ്ഞ പല പരിഹാരങ്ങളും ചെയ്ത് വീട് വെച്ചു, വീട് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് തരാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വാട്സപ്പിൽ ഇടുന്ന ഫോട്ടോ നമുക്ക് വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഒരാൾ ഇവിടെ വന്ന് ഞാൻ മുരുകന് പറഞ്ഞ കാര്യം ചെയ്ത് ഒരു വീട് അവർ വെക്കാൻ പറ്റി. അതിൻ്റെ ഒരു സന്തോഷമായിട്ട് എന്നെ ഇവിടെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ ഫോട്ടോ, അവർ വെച്ച വീടിൻ്റെ ഫോട്ടോയാണ്. ഞാൻ പറഞ്ഞ കാര്യം മുരുകന് ചെയ്ത് ശേഷമാണ് അവർക്കിതെല്ലാം സാധിച്ചത്. അപ്പോൾ അത് പറയാനും ഈ ഫോട്ടോയായിട്ട് ഇവിടെ വന്നതാണ്, എന്നെ കാണിക്കാനും. ഇതുപോലൊരു വീട് വെക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ആ സന്തോഷം നിങ്ങളോട് കൂടെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. വലിയ സന്തോഷം.
അപ്പോൾ അത് എനിക്കൊരു വീട് ഉണ്ടാകുന്നതിനെക്കാട്ടും സന്തോഷമുണ്ട് അത് പറയുന്നതിൽ. അപ്പോൾ അവരെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ മുരുകൻ്റെ ചില കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ അത് വലിയ സന്തോഷം. ഇനി രണ്ടാമത്തെ കാര്യം, കടബാധ്യത കുറേ വീട്ടാൻ ഒരാൾക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞ മന്ത്രം ചൊല്ലി ചില വഴിപാടുകൾ ചെയ്ത്, അപ്പോൾ ആ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ എത്രയോ ആളുകളുടെ നോക്കിയിട്ടുണ്ട്, 10,000 എത്രയോ ആളുകളുടെ കൈരേഖ, ഗ്രഹനില, ഹസ്തരേഖ, എത്രയോ ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് സന്തോഷം തോന്നിയ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഒരു ആളുടെ ഞാൻ ഇതുപോലെ നോക്കിയപ്പം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്ന ഒരാളുടെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു 200 പേജിൻ്റെ ബുക്കിൽ എഴുതി വെച്ചാലും തീരാത്ത അത്രയും പ്രശ്നങ്ങൾ. അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റത്തേക്ക് എനിക്കൊരു ഒന്നുമില്ലായ്മ അനുഭവപ്പെട്ടു. കാരണം അവരുടെ അതുപോലെ പ്രശ്നങ്ങൾ, തീരാത്ത പോലുള്ള പ്രശ്നങ്ങൾ അത് കേട്ട് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിഷമമായിപ്പോയി. മാത്രമല്ല, ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഇത്രയും പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം എന്നുള്ളത് ഞാൻ ആ പരമേശ്വരനെ തന്നെ വിളിച്ചു. ഞാൻ തന്നെ കേട്ടിട്ട് ഐസായിട്ട് പോലെ ഇരിക്കുകയാണ്. അതുപോലെ ദുരിതങ്ങളാണ് അവരുടെ. ഞാൻ പറഞ്ഞില്ല, 200 പേജിൻ്റെ ഒരു ബുക്കിൽ എഴുതി വെച്ചാലും തീരാത്ത അധികം പ്രശ്നം. എനിക്ക് വളരെ വിഷമമായി. ഞാൻ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാം നല്ല ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നില്ല അവർക്ക് എന്തൊക്കെ കാര്യം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഭഗവാനെ വിളിച്ചു. അവർ അത് നോക്കിയിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹനിലയെല്ലാം പരിശോധിച്ചിട്ട്, കൈരേഖയൊക്കെ പരിശോധിച്ചിട്ട് ചില കാര്യങ്ങൾ, സംഖ്യാജ്യോതിഷം എല്ലാം നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടു. അവർക്ക് ഒരുപാട് മാറ്റമുണ്ട്. മാത്രമല്ല, അവർ വളരെ സന്തോഷത്തിലുമാണ്. അവരുടെ ആ പറയുമ്പോൾ ഉള്ള സന്തോഷം, അവർക്കുണ്ടായ മാറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് എന്നോട് വാട്സപ്പിൽ പറയുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ നിമിഷം ഞാൻ ഇല്ലാതായാലും മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ, ആ പരമേശ്വരനെ ചിന്തിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ എൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ കഴിവുകൊണ്ടാണ്. അത്രയും പ്രശ്നങ്ങളുള്ള അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് അവർ സന്തോഷത്തോടെ, അവർക്കുണ്ടായ ഓരോ കാര്യങ്ങളും മാറ്റങ്ങളും എണ്ണി എന്നോട് പറയുമ്പം പരമേശ്വര എന്ന് ഞാൻ വിളിച്ചു. ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ മഹത്വം. ഒരുപാട് സന്തോഷം. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. കാരണം അത് കേട്ട എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത്രമാത്രം പ്രശ്നങ്ങളുണ്ടത്. ഉച്ചയ്ക്ക് ചോറുണ്ടാൻ പോലും തോന്നത്തില്ല, അതുപോലെ പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പം അവർ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുന്നുണ്ട് ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ, അവരുടെ സന്തോഷങ്ങളെ എന്ന് പറയുമ്പോൾ അതൊരു എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. അത്ര സന്തോഷം. അതെല്ലാം ഭഗവാൻ പരമേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, അമ്മ പാർവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം എനിക്ക് അതുപോലെ സന്തോഷം തോന്നി. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. വലിയ എന്ന് വെച്ചാൽ ഈശ്വരൻ ഇറങ്ങി വന്നാലും മാറാത്തതെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങൾ അതുപോലെ നിങ്ങളെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല, അതുപോലെ പ്രശ്നങ്ങൾ. അത് ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാൽ പരമേശ്വരനെ വിളിച്ചുകൊണ്ട് അതെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ ആ ഈശ്വരൻ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പോസിറ്റീവ് ആകുകയാണ്, എല്ലാം നടക്കുകയാണ്. നടക്കാത്ത ദുരിതമുള്ള ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. വലിയ സന്തോഷം. അത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരാം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഇപ്പം മഹാലക്ഷ്മിയുടെ ഇതുപോലെ ഒരു ഫോട്ടോ വയ്ക്കുക. മഹാലക്ഷ്മിയുടെയോ കൃഷ്ണൻ്റെയോ വയ്ക്കുക. കൃഷ്ണൻ്റെ ആണ് പശുവിൻ്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണൻ്റെ ഫോട്ടോ വയ്ക്കുക. അതിൻ്റെ ഫോട്ടോയോട് ചേർത്ത് ഒരു
വാൽക്കണ്ണാടിയും കൂടെ വെക്കുക. മുഖം നോക്കുന്ന വാൽക്കണ്ണാടി. അങ്ങനെ വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുന്നിൽ നിന്ന്, അതായത് വാൽക്കണ്ണാടിയും കൂടെ ഇങ്ങനെ വെച്ച ആ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഞാനീ പറയുന്ന മന്ത്രം, അതായത് ഞാൻ ആ മന്ത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. മന്ത്രം ചൊല്ലിയാൽ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഈ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഒന്നുകൂടെ കാലും കൈ മുഖം കഴുകിയിട്ട് ഈ പറയുന്ന മന്ത്രം ചൊല്ലിയാൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കൃഷ്ണൻ്റെയോ മഹാലക്ഷ്മിയുടെയോ, കൃഷ്ണൻ്റെ ആണ് പശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇനി മഹാലക്ഷ്മിയുടെ ആണെങ്കിൽ മഹാലക്ഷ്മി കുടത്തിനകത്തുനിന്ന് ധനം വർഷിക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെയുള്ള ഫോട്ടോ ആണെങ്കിൽ ഏറ്റവും നല്ലത്. കുടത്തിനകത്തുനിന്ന് ധനം വർഷിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ മതി. അതിൻ്റെ കൂടെ ഒരു വാൽക്കണ്ണാടി ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ വെക്കുക. വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഉണർന്നു കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന കുളിമുറിയിൽ നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ചെയ്താൽ മതി. ഒന്നുകൂടെ കാലും കൈയും മുഖവും കഴുകിയിട്ട് ഈ ഫോട്ടോയുടെ മുന്നിൽ നിന്ന്, ഫോട്ടോ കിഴക്കോട്ട് ദർശനമാക്കി വെക്കണം. നിങ്ങൾ പടിഞ്ഞാട്ട് നിന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി പറയുന്നത്. ഞാനീ പറയുന്ന ഒരു മന്ത്രം, കൃഷ്ണ മന്ത്രം ജപിക്കുക. അതൊരു പ്രത്യേക രീതിയിലാണ് ജപിക്കേണ്ടത്. അത് ഞാനീ പറയുന്ന രീതി ജപിക്കുക. കൃഷ്ണമന്ത്രം അവസാനമാണ് ജപിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുതരാം. വാ കൊണ്ട് തന്നെ ജപിക്കുക. ഓം നമോ നാരായണായ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ ഓം കൃഷ്ണായ നമ. ഇങ്ങനെ ഈ 3 മന്ത്രങ്ങൾ ചേർത്ത് ഞാനീ പറയുന്ന രീതിയിൽ ആവർത്തിക്കുക. 3 തവണയോ ഒക്കെ ജപിക്കാം. അപ്പം ഇങ്ങനെ ഈ 3 മന്ത്രങ്ങളും ചേർത്ത് വേണം ജപിക്കാൻ. അതാണ് അതിൻ്റെ രഹസ്യം. ഇങ്ങനെ നിങ്ങൾ ജപിക്കുക. നിത്യേന രാവിലെയും വേണമെങ്കിൽ സന്ധ്യയ്ക്കും ചെയ്യാം, അല്ലെ വൈകിട്ടും ചെയ്യാം. ഇത് ചെയ്തവർക്കാണ് കടബാധ്യതകളൊക്കെ അവർക്ക് വലിയ രീതിയിൽ വീട്ടാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും രഹസ്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണമന്ത്രം ജപിക്കുന്നത് 3 മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്താണ്. അവസാനമാണ് ഓം കൃഷ്ണായ നമ ജപിക്കുന്നത്. പിന്നെ ഇത് ജപിക്കേണ്ട സമയം നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വന്നുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ് വെളിയിൽ വന്ന് വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞ് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഒരു 6:30-ക്കും 7:30-ക്കും ഇടയിൽ ചെയ്താൽ വളരെ ഫലമായിട്ട് കണ്ടിട്ടുണ്ട്. സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ടും കടബാധ്യതകൾ വീട്ടാൻ പറ്റിയതായിട്ടും ഒക്കെ അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക. വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവർ വൈകിട്ട് ചെയ്യുക. രാവിലെ എന്തായാലും ചെയ്യണം. കാരണം ഈ രാവിലെ പ്രാർത്ഥനകൾ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ അത് ഈശ്വര ചിന്തയോടുകൂടി തുടങ്ങിയാൽ അത് വലിയ ഐശ്വര്യമായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചിലർ പറയാറുണ്ട്, സാറേ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, നിങ്ങളെന്നാൽ നിങ്ങളുടെ സാഹചര്യം പോലെ വൈകിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ പറ്റുന്നവർ രാവിലെ തന്നെ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യണം. കാരണം ഇപ്പം ഞാൻ ഇന്നിപ്പോൾ വീടിൻ്റെ ആ ഫോട്ടോ കണ്ടില്ലേ, അവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ മറ്റു പല മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കൃഷ്ണനും ശിവനും ഭദ്രകാളിക്കും ഒക്കെ വഴിപാട് ചെയ്യുന്നുണ്ട്. പിന്നെ മുരുകന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി. അതെല്ലാം ഫോളോ ചെയ്യുന്നവർ തന്നെയാണ്. അങ്ങനെ ചെയ്ത എത്രയോ ആളുകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പം രാവിലെ ചെയ്യേണ്ട പ്രാർത്ഥന രാവിലെ ചെയ്താൽ, ഒരു ദിവസം തുടങ്ങുമ്പോൾ ചെയ്താൽ ആ ദിവസം എല്ലാ നല്ല കാര്യങ്ങളും വന്നു ചേരുവാനും നമുക്ക് ഉപകരിക്കും. അങ്ങനെ ഓരോ ദിവസവും നല്ലതാകുമ്പോൾ വർഷങ്ങൾ നല്ലതാകുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ആ സമ്പത്തും ഐശ്വര്യവും വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഇത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഈ വാൽക്കണ്ണാടി വെക്കാൻ പറഞ്ഞാൽ അതൊരു ഐശ്വര്യത്തിന് വേണ്ടിയാണ്. അത്ഭുതകരമായൊരു വിദ്യയാണിത്. ആശ്ചര്യകരമായൊരു വിദ്യയാണ്. പരീക്ഷയൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഏത് കാര്യത്തിനും തടസ്സമുള്ളവർ, വിദ്യാർത്ഥികളല്ലാത്തവരും, ഇപ്പോൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് കാര്യത്തിനും തടസ്സമുള്ളവർ, പിന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷ എഴുതുന്നവരെ, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർ, ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഗുരുചരണം ശരണം, ദുർഗേ ദുർഗേ രക്ഷണേ സ്വാഹ. ഈ മന്ത്രങ്ങൾ കൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് ചൊല്ലുക.
ഏത് തടസ്സങ്ങൾ മാറാനും പരീക്ഷകളിൽ വിജയിക്കാനും ഇൻ്റർവ്യൂസിൽ വിജയിക്കാനും ജീവിതത്തിലെ ഏതൊരാൾക്കും ജോലി ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. വലിയ ഐശ്വര്യങ്ങളെ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇത് റിപ്പീറ്റായിട്ട് ചെയ്യുക. ഒരുപാട് പേപ്പറുകൾ ബിടെക്കിനായിക്കോട്ടെ സാധാരണ പല പരീക്ഷകളിലായിക്കോട്ടെ പേപ്പറുകൾ പോയവരും ഈ ഒരു മന്ത്രജപത്തിൽ ചെയ്തു കഴിഞ്ഞ് പരീക്ഷകളിൽ വിജയം നേടിയതായിട്ട് പല അനുഭവങ്ങളുണ്ട്. ഇതും പരീക്ഷകളിൽ വിജയം നേടാൻ മാത്രമല്ല, ഏതൊരു തടസ്സങ്ങൾ മാറാനും ഏതൊരാൾക്കും ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ചിലർ വാട്സപ്പിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, ചിട്ടി അടിക്കാൻ എന്ത് ചെയ്യണം സാറേ? അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ചെയ്ത് ചിട്ടി അടിച്ചവരുണ്ട്. പക്ഷെ എന്ന് കരുതി ചിട്ടി അടിക്കണം നിർബന്ധമൊന്നുമില്ല. ശ്രമിച്ചു നോക്കുക. ചിലപ്പം അടിക്കാം, ചിലപ്പോൾ അടിക്കാതിരിക്കാം. കാരണം നിങ്ങളെക്കാട്ടിയും ഭാഗ്യം കൂടുതലുള്ളവർക്കായിരിക്കും ചിലപ്പോൾ അടിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചു നോക്കാമെന്നുള്ളൂ. പക്ഷെ അങ്ങനെ ചിലർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ചെയ്തു നോക്കുക. ചിട്ടി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പേ ഇടത് സൈഡ് ചെരിഞ്ഞ് ശിവായ നമ, ഓം ഇല്ലാതെ ശിവായ നമ എന്ന് മനസ്സിൽ ജപിച്ച് ഈ ഒരു കാര്യം മാത്രം ഭഗവാനോട് പറയുക. എന്നിട്ട് കിടന്നുറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അങ്ങനെ ചുറ്റി അടിച്ചവരുണ്ട്, ഈ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടിയവരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു കാര്യമേ പറയാവുള്ളൂ, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ആ ഭഗവാനോടുള്ള ഭക്തി പോലെ ഇരിക്കും അത് നടക്കുന്നത്. അത് ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക. എന്ന് വെച്ച് അത് ഇപ്പം ചിട്ടി കാര്യങ്ങളൊക്കെ അടിക്കണം നിർബന്ധമൊന്നുമില്ല. ശ്രമിച്ചു നോക്കുക. ചിലപ്പോൾ എങ്ങാനും എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ. അങ്ങനെ ചിലർക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ചിലർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത്യാവശ്യ കാര്യത്തിന് ഒരാൾക്ക് ചിട്ടി അടിക്കണം, പല കാര്യങ്ങൾ കാണും. എല്ലാവർക്കും ആവശ്യക്കാർ തന്നെയാണ്. എങ്കിലും ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും ഒരു ഫലം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സന്തോഷം. ഏതായാലും ശ്രമിച്ചു നോക്കുക. പക്ഷെ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിട്ടി ശ്രമിച്ചു നോക്കുക. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, വളരെയേറെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ അവർ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ കൈ അനയ്ക്കുക. രണ്ട് കൈയിലും വെള്ളം കൂട്ടി നനച്ചിട്ട് കൂട്ടിത്തരുമ്പോൾ, എന്നിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഹൃദയത്തിനുള്ളിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ സങ്കല്പിച്ച് വാ കൊണ്ട് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് ജപിക്കുക. എന്നിട്ട് മനസ്സിൽ ഓം ഇല്ലാതെ ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് ജപിക്കുക. എന്നിട്ട് ഭദ്രകാളി അമ്മയോട് നിങ്ങളുടെ ആവശ്യം പറയുക. എനിക്ക് ജോലി ചെയ്യാൻ പറ്റണം, എന്നെ ആരും ശല്യം ചെയ്യരുത്, നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് പറയുക, ഇത് മാറ്റിത്തരണമെന്ന് പറയുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ജോലി സ്ഥലത്ത് ഒരു കുളിമുറിയോ അല്ലെങ്കിൽ ടോയ്ലറ്റോ ഒക്കെ ഉണ്ട്, അതിൻ്റെ അകത്തുനിന്നൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. ആരും കാണാതെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാം. അത്ഭുതകരമായ കാര്യമാണ്. ഇതിൻ്റെ രഹസ്യം ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ വേണം ഹൃദയത്തിൽ ധ്യാനിക്കാൻ. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. എല്ലാം വഴിക്ക് വരും കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തോടെ ചെയ്യണം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട്. ഞാൻ പറഞ്ഞത് ചെയ്ത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. കാരണം ഇത് പറഞ്ഞു തരണം ഒന്നാമത്തെ കാര്യം അറിയണം. അറിയണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ പരമേശ്വരൻ വിചാരിക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. പറയാൻ പറ്റും മറ്റു പല കാര്യങ്ങളും, പക്ഷെ ഇതുപോലെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങൾ അത് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ പരമേശ്വരൻ്റെ അനുഗ്രഹം വേണം. എല്ലാം ഭഗവാന്റെ മഹത്വം തന്നെയാണ്. നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ വീട്ടിൽ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥന ചെയ്യുക. പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കി. നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കുന്നതിന് നമ്മൾ വിളക്കിൻ്റെ മുന്നേക്ക് ഇരുന്ന് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതൊക്കെ ജപിക്കുമല്ലോ. എന്ത് മന്ത്രമായിക്കോട്ടെ, എന്ത് പ്രാർത്ഥന ആയിക്കോട്ടെ, അത് ചൊല്ലുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു 5 മിനിറ്റ് മൗനമായിട്ടിരിക്കുക. എന്നിട്ട് പ്രാർത്ഥനയിലെ മന്ത്രം ചൊല്ലുക. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് മൗനമായിട്ടിരിക്കുക. മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മൗനമായിട്ടിരിക്കുന്നതോടൊപ്പം മനസ്സിൽ ഒരു ചിന്തയില്ലാതിരിക്കണം. നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥന ഏതായിക്കോട്ടെ, മന്ത്രം ഏതായിക്കോട്ടെ, അത് ഫലം കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ആശ്ചര്യകരമായ വിദ്യയാണ്, അത്ഭുതകരമായ വിദ്യയാണ്. നിങ്ങളുടെ ജീവിതം അതോടെ മാറിത്തുടങ്ങും. അല്ലാതെ നിങ്ങൾ കുറേ മന്ത്രങ്ങൾ ജപിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അത് എന്നും ജപിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലോട്ട് അത് ചെല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലോട്ട് അത് ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയോ?
ഈ മൗനത്തിലൂടെയാണ്. മൗനമാണ് ഉള്ളിലേക്ക് ചെല്ലാനുള്ള ഭാഷ. ഈ മൗനത്തിലാണ് ആ നമ്മളുടെ ഉള്ളിലെ ആ ശാന്തി ഇരിക്കുന്നത്. ആ മൗനത്തിലാണ് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരബോധം നമുക്ക് അനുഭവിക്കാനാകുന്നത്. ഈ മൗനത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഈ മൗനത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൗനത്തിന് ആശ്ചര്യകരമായ രീതിയിൽ, അത്ഭുതകരമായ രീതിയിൽ ജീവിതം മാറ്റാനുള്ള കഴിവുണ്ട് ആ മൗനത്തിന്. ഈ വലിയ വാ പറഞ്ഞ് നടക്കുന്നതിലൊന്നും അല്ല കാര്യം. മൗനത്തിലിരിക്കുന്നവരാണ് ശരിക്കും ആ ഉള്ളിലുള്ള ആ ബോധത്തെ അറിയുന്നത്. ഇപ്പം നിങ്ങൾ ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു, മന്ത്രം ചൊല്ലുന്നു, ഒക്കെ അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്, അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ മൗനത്തിലിരിക്കുക. മൗനത്തിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കരുത്. ചിന്തിച്ചാൽ അതിനെ മൗനമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സ് ഒരു കാര്യത്തിലാണെങ്കിൽ അത് മനസ്സ് ഇറിറ്റേറ്റഡ് ആയിരിക്കും. മനസ്സ് ശൂന്യമായിട്ട് മൗനത്തിൽ ഇരിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ മൗനത്തിൽ ഇരുന്നാൽ വലിയ ഫലം കിട്ടണമെന്നല്ല. മനസ്സിൽ ചിന്തയൊന്നും കാണരുത്. അങ്ങനെ മൗനത്തിൽ ഇരിക്കുക. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞു, മന്ത്രം ചൊല്ലിക്കഴിഞ്ഞും പ്രാർത്ഥന കഴിഞ്ഞു, നിങ്ങൾ മനസ്സിലൊരു ചിന്തയില്ലാതെ മൗനത്തിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇരിക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് ഇരിക്കുക. ആ പ്രാർത്ഥനകൾ അപ്പം തൊട്ട് അല്ലെ ആ മന്ത്രങ്ങൾ ഫലം കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ചൊല്ലും. നിങ്ങളിലത് മാറ്റം വരുത്തും. അല്ലാതെ നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിച്ചാലും എത്ര ഘോര മന്ത്രങ്ങൾ ജപിച്ചാലും ഒക്കെ ആ ഒരു ഉള്ളിലേക്ക് ചെല്ലണമെന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതം മാറ്റത്തുള്ളൂ. അതാണ് ആ വിദ്യയാണ് അറിയേണ്ടത്. ആ വിദ്യയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുറേ കാര്യങ്ങൾ അറിയുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അതിലൊന്നുമല്ല കാര്യം. നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ട കാര്യങ്ങൾ അറിയുക, അത് ചെയ്യുക. അതിലാണ് ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞ പല കാര്യങ്ങളും എത്രയോ ആളുകൾ, 10,000-കണക്കിന് ആളുകളുടെ ജീവിതം മാറിയ കാര്യങ്ങളാണ്. എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ട കാര്യമാണ്. എത്രയോ ആളുകൾ ഭഗവാനെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന ശിവവിദ്യയിലൂടെ ഭഗവാനെ അനുഭവിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ. സന്തോഷം, ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് ഒരു നിമിഷമെങ്കിലും ആ സന്തോഷത്തിൽ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ശിവഭഗവാന് കോടി പ്രണാമം. അതൊന്നും എൻ്റെ കഴിവല്ല, ഭഗവാന്റെ തന്നെ അനുഗ്രഹവും കൃപയുമാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. ഈ മണ്ടത്തരങ്ങളെയും വിഡ്ഢിത്തരങ്ങളെയും ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങളെയും ഒന്നും പുറകെ പോകരുത്. ഞാനെന്നല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി കൂടെ ചിന്തിക്കുക. അതിൻ്റെ അത് യുക്തിയുണ്ടോ, നല്ലതാണോ എങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെ തള്ളിക്കളയുക. ആവശ്യമില്ലാത്ത ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി അല്ലെ വ്യൂസ് കിട്ടാൻ വേണ്ടി പൊട്ടത്തരങ്ങൾ, വെറും പറയുന്നവനും അറിയാം കേൾക്കുന്നവനും അറിയാം പൊട്ടത്തരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ പോകരുത്. അത് നമ്മുടെയും കൂടെ കുഴപ്പമാണ്. നമ്മളത് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് മണ്ടത്തരമാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് നമ്മുടെയും കൂടെ കുഴപ്പമാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഏതൊരാളും, ഇപ്പം ഞാനൊന്നൊന്നുമല്ല, ആരാണേലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നി അതിനെ ഫോളോ ചെയ്യുക, അല്ലെ തള്ളിക്കളയുക. നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കുക. മറ്റൊരാളുടെ ബുദ്ധിയെ ആശ്രയിക്കണം. നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കുക. നല്ല കാര്യമാണോ, യുക്തിയുള്ള കാര്യമാണോ, പ്രയോജനമുള്ള കാര്യമാണോ, ദോഷം വരാത്ത കാര്യമാണോ എന്ന് ചിന്തിക്കുക. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന, ജീവിതം മാറ്റുന്ന, ഗുണം മാത്രം തരുന്ന, അതിൻ്റെ അകത്തൊരു കാര്യം കാണും. അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അതുകൊണ്ടാണത് ചെയ്യുന്നവർക്ക് ബലം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആരുടെ ആണെങ്കിലും ഫോളോ ചെയ്യാവുള്ളൂ. പൊട്ടത്തരങ്ങളുടെ പുറകെ പോകരുത്. പൊട്ടത്തരങ്ങളുടെ പുറകെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നല്ലതും ചീത്തയും കാണും. അത് ലോകം ഉണ്ടായപ്പോൾ തൊട്ട് നമ്മുടെ മുന്നിൽ നല്ലതും ചീത്തയും കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളെ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈശ്വരീയമായ നല്ല കാര്യങ്ങളെ അറിയുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ എപ്പോഴും ആരെന്ത് പറഞ്ഞാലും അപ്പടി വിഴുങ്ങരുത്. നിങ്ങളുടെ ബുദ്ധിക്കൂടെ ചിന്തിക്കണം. എടാ പറഞ്ഞതിനകത്ത് ലോജിക്കുണ്ടോ, അത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ദോഷം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതിനകത്ത് അത് മണ്ടത്തരം വേണോ, ഇതൊക്കെ സ്വന്തം ബുദ്ധിക്ക് ചിന്തിച്ചിട്ട് മാത്രം സ്വീകരിക്കുക. എനിക്ക് അനുഭവമുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അത് നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്ത് എല്ലാവർക്കും നന്മ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരുപാട് ആളുകൾ ഈ മണ്ടത്തരങ്ങളുടെ പുറകെ പോകുന്നവരുണ്ട്. ചിലരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ പറയും, മേലാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ മുന്നിൽ എത്ര നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ പൊട്ടത്തരങ്ങൾ ചോദിക്കരുത്.
എന്ന് ഞാൻ പറയാറുണ്ട്. പലരും വാട്സപ്പിൽ അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ അല്ല അങ്ങനെ ചെയ്താൽ നല്ലതാണോ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഒന്നല്ല 5ാം ക്ലാസ് വരെ പഠിച്ചതെങ്കിലും ബുദ്ധിയില്ല. ചുമ്മാ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി കുറേ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അത് നിങ്ങൾ ചിന്തിക്കണം. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ജീവിത പ്രശ്നമായിരിക്കാം. ഞാനൊരിക്കലും അവർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങളത് കാണുക എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ് നിങ്ങളുടെ ജീവിതം. നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും നന്നാക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെ നന്നാക്കാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴും ഓർക്കുക. ഇപ്പോൾ 1000 കുടത്തിൻ്റെ വാ മൂട്ടിക്കെട്ടാം, ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ പലതും പറയും. പക്ഷെ നമുക്കൊരു നിലപാട് സ്വീകരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ നമുക്ക് ശരിയെന്ന് ബോധ്യമുള്ള നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. അത് ഞാനെന്നല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യണം. ഇന്ന് ഒരുപാട് പൊട്ടത്തരങ്ങളും വരുന്നുണ്ട്. അതിലൊന്നും പുറകെ പോകരുത്. നന്മയിലേക്ക് നയിക്കത്തുള്ളൂ കേട്ടോ. അതെപ്പോഴും ഓർത്തോളൂ. ഈശ്വരൻ നന്മയാണ്. പിന്നെ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പ്രകാരം പലതും പറയുന്നതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരൻ എപ്പോഴും നന്മയാണ്. ആ നന്മയിലേക്കുള്ള കാര്യങ്ങളാണ്. അതാണ് ഈശ്വരൻ എന്നെപ്പോഴും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശിവവാദിൽ സമർപ്പിക്കുന്നു. ശിവശിവ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.